അപ്പോൾ ഡെയിലി നമുക്ക് ചൊല്ലാനായിട്ടൊരു മന്ത്രം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം. ഇതിലൊരു വലിയ സന്ദേശം ഒളിച്ചു വച്ചിട്ടുണ്ട്. ഭഗവാൻ എവിടെ ഇരുന്നു കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്, ഈ വ്യക്തത തരുന്ന ഒരു ശ്ലോകമാണ്. എന്നിട്ട് ധ്രുവൻ അവിടുന്ന് നാരദ മഹർഷിയുടെ കാൽക്കലൊക്കെ വീണു. നാരദ മഹർഷിയാണ് കുട്ടിക്കൊരു മന്ത്രോപദേശം ഉപദേശിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ധ്രുവന് ഒരു മന്ത്ര ഉപദേശം അനുഷ്ഠിക്കാനായി കിട്ടിയത്. അതാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഓം നമോ ഭഗവതേ പറയൂ വാസുദേവായ. അപ്പോൾ ഡെയിലി നമുക്ക് ചൊല്ലാനായിട്ടൊരു മന്ത്രം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം. ഏതെങ്കിലും ഒരു മന്ത്രം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങളൊരു അനുഷ്ഠാനം പോലെ കൊണ്ടു നടന്നു നോക്കൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, അത് തന്നെ കൊണ്ടു നടക്കുക. അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, അതൊരു അനുഷ്ഠാനം പോലെ കൊണ്ടു നടക്കുക. അങ്ങനെ എത്ര പേര് ഡെയിലി ഒരു അനുഷ്ഠാനം പോലെ ജപിക്കുന്നവരുണ്ട്? നന്നായത്. അതുതന്നെയാണ് ജീവിതത്തിൽ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കുറേ കഴിഞ്ഞാൽ മനസ്സ് അതിലൊരു ലഹരി കണ്ടെത്തും. മനസ്സ് സമയം കടന്നു പോകുന്നത് പോലും അറിയില്ല. ഈ ഒറ്റയ്ക്ക് ആവില്ലേ നിങ്ങൾക്കിതിലൊരു ആനന്ദം കണ്ടെത്താനുണ്ട്. നാമത്തിൽ അങ്ങനെ മുഴുകുന്നൊരവസ്ഥ വരാണ്ട്. ഈ മനസ്സിൻ്റെ ലയത്തിലാണ് സുഖം. ആണോ? ഉറക്കത്തിൽ എന്തുകൊണ്ടാണ് സുഖം അനുഭവിക്കുന്നത്? ഉറക്കത്തിൽ എന്താ സുഖം അനുഭവിക്കുന്നത്? കാരണം ഉറക്കത്തിലേക്ക് മനസ്സ് പറയൂ ലയിച്ചു ചേരുകയാണ്. സ്വപ്നത്തിൽ എന്താ നമുക്കൊരു സുഖം തോന്നാത്തത്? സ്വപ്നം നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്തിരിക്കുകയാണ് ഏത്? സ്വപ്നം. മൈൻഡ് വളരെ ഫ്ലിക്കറിങ് ആണ്, ഭയങ്കര അജിറ്റേറ്റിംഗ് ആണ്, വളരെ റെസ്റ്റ്ലെസ് ആണ്. മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതിലേക്കും ഓടുകയാണ്. അതുകൊണ്ട് നമുക്കൊരു സ്വസ്ഥത കിട്ടില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് പലരും മൊബൈലിൽ തോണ്ടാൻ ഇഷ്ടപ്പെടുന്നത്? അതിലങ്ങനെ ലയിച്ചിരിക്കാനൊരു സുഖമുണ്ട്. കണ്ടവൻ്റെ ട്യൂബൊക്കെ നോക്കിയിട്ട് കണ്ടവൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടിരിക്കുമ്പോൾ അതിലൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ അതിലങ്ങനെ രമിച്ചിരിക്കില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്കിങ്ങനെ ജീവിതത്തിൽ ഒന്നുകിൽ ഭൗതികമായി അലിഞ്ഞു ചേരാം, അല്ലെങ്കിൽ ആത്മീയമായ അനുഷ്ഠാനത്തിൽ അലിഞ്ഞു ചേരാം. ഇതിൻ്റെ പേരാണ് ആത്മരതി. അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒരു യസ്വാത്മരതിരേവസ്യൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേ ആത്മനാതുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ഗീതയിൽ 3rd ചാപ്റ്ററിൽ കൃഷ്ണൻ പറയുന്നു. അപ്പം ഒരാത്മരതി വരാനുണ്ട്. ഈ ആത്മരതി, അതിനാണ് നാമജപത്തിലുള്ളൊരു ലയം. കുട്ടി അവിടെ ചെന്ന് 6 മാസം ആ നാമത്തിലങ്ങനെ മുഴുകി. വൃന്ദാവനത്തിലാണ് തപസ് ചെയ്യാൻ പോയത്. അവിടെ ഇരുന്ന്, നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ അറിയില്ല, മധുരയിൽ ഇപ്പോഴൊരു മധുവനം എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ കാലത്ത് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ധ്രുവൻ്റെ തപോഭൂമി എന്നുള്ള രീതിയിൽ. അങ്ങനെ ധ്രുവൻ അങ്ങനെ ധ്യാനത്തിൽ അങ്ങനെ നിമഗ്നനായി അപ്പോഴേക്കും കുട്ടിയുടെ ആ ഒരു ധ്യാനത്തിൻ്റെ ശക്തി കൊണ്ട് വിശപ്പും ദാഹവും ഒന്നും കുട്ടി അറിഞ്ഞതേയില്ല. അത്ര ഒരു ലയം, അത്ര ഒരു രസം, ആനന്ദം, അനുഭൂതി കുട്ടിക്കങ്ങനെ കിട്ടാൻ തുടങ്ങി. മനസ്സങ്ങനെ ലയിച്ച് വരുന്തോറും ആനന്ദത്തിൻ്റെ ആ ഒരു തീവ്രത കൂടി വന്നത് ആ കുട്ടിയുടെ സിരയിലേക്ക് അങ്ങനെ പടർന്ന് കുട്ടി എന്തോ വേറൊരു അനുഭൂതിയിലാണ്. അതങ്ങനെ ഒരു രസത്തിലിരിക്കുകയാണ്. രാമകൃഷ്ണ പരമഹംസരൊക്കെ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഒരു ട്രാൻസിലേക്ക് പോകും. അദ്ദേഹം അങ്ങനെ ഭഗവാന്റെ കീർത്തനമൊക്കെ പാടുമ്പോൾ അങ്ങനെ ഭയങ്കര ആ ഒരു ആഹ്ലാദത്തിലേക്ക് പോകും. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ണു തുറക്കുള്ളൂ. അപ്പോൾ ഈ രാമകൃഷ്ണ പരമഹംസരുടെ ഈ സത്സംഗത്തിന് ഒരിക്കലും ഒരു കള്ളുകൂടിയൻ അവിടെ വന്നിരിക്കും. നല്ല വെള്ളമാണ്, ലോക്കൽ വെള്ളം എന്തോ അടിച്ചിട്ടാണ് വരുന്നത്. ഇവങ്ങനെ കിടങ്ങിടങ്ങനെ അവിടെ വന്നിരിക്കും. എല്ലാവരും അവനെ പുറത്താക്കാനൊക്കെ നോക്കും. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ട് ആര് വന്നാലും ആരെയും അവിടെ ഇരിക്കട്ടെ പാവം. അപ്പോൾ എല്ലാവരും രാമകൃഷ്ണ പരമഹംസർ ആ ധ്യാനത്തിലേക്ക് പോയാൽ പിന്നെ അദ്ദേഹം കണ്ണു തുറക്കാൻ 3 മണിക്കൂർ കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കാനോ എഴുതൊക്കെ അവർ എണീറ്റ് പോകും. ഈ കുടിയൻ അവിടെ ഇരിക്കും. അപ്പോൾ രാമകൃഷ്ണ പരമഹംസരെ നോക്കിയിട്ട് അവൻ പിന്നെ പോവും. ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസർ വെച്ച് കണ്ണു തുറന്നപ്പോൾ ഇവൻ ഒറ്റയ്ക്കാണ്. നീ എന്താ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ബാക്കി എല്ലാവരും പോയല്ലോ. അല്ല, അങ്ങോട്ട് ചോദിക്കാനൊരു പേടി എനിക്കുണ്ട്. ഒരു കാര്യം അങ്ങേക്ക് വിരോധമല്ലേ, പറഞ്ഞാൽ നന്നായിരുന്നു. അതെന്താണ്? അങ്ങ് ഏത് ബ്രാൻഡാണ് കഴിക്കണതെന്ന്. കാരണം ഞാൻ കഴിക്കണതിന് അത്ര അങ്ങോട്ട് കിക്ക് തരാൻ പറ്റില്ല. ഇതൊക്കെ 1 മണിക്കൂർ കൊണ്ട് തീരുന്നു അതിൻ്റെ എഫക്റ്റ്. അങ്ങനെ 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഇത്രയും വളരെ ഒരു എക്സസ് ഭയങ്കര ഒരു ആനന്ദത്തിലിരിക്കുന്നത് ഏത് ബ്രാൻഡാണ്? രാമകൃഷ്ണൻ ഇന്നത്തെ കാലത്ത് തൂക്കി പുറത്തിട്ടുണ്ടാവും.
രാമകൃഷ്ണ മനസ്സിൽ പറഞ്ഞു, എനിക്കത് സത്യത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേര് മറന്നുപോയി, ഞാനത് പറഞ്ഞുതരാം, നീ ഇവിടെ തന്നെ വന്നിരിക്കണം കേട്ടോ ഡെയിലി എന്ന്. ഇവൻ കുറച്ച് ദിവസം കാലം കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആത്മ അനുഭൂതിയാണ്, ആത്മ ബ്രാൻഡാണെന്നുള്ളത്. ഇത് പുറത്തല്ല കിട്ടുക, അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. പിന്നെ അവനും ആ ഒരു രാമകൃഷ്ണ ഓർഡറിലേക്ക് മാറി എന്നാണ് കഥ പറയുന്നത്. ഇപ്പം നോക്കൂ നിങ്ങൾ, ഇന്നിപ്പോൾ ലഹരിയുടെ ലോകത്തിലിരിക്കുന്നവർക്ക് കേരളം മുഴുവൻ മൊത്തം ലഹരിയിലാണെന്ന് നാണമില്ലാതെ മന്ത്രിമാർ പോലും പറയുന്നു. അപ്പോൾ അവരെ ഈ ഒരു ആനന്ദലഹരിയിലേക്ക്, നാമലഹരിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നുവെങ്കിൽ ക്രമേണ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. വരും, നമുക്ക് ക്രമേണ കൊണ്ടുവരണം. കാരണം ഹിന്ദുക്കളൊന്ന് ചില കാര്യത്തിലൊന്ന് മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയതയുടെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്നവരാണ് ഹിന്ദുക്കൾ. നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ആനയ്ക്കും വെടിക്കെട്ടിനുമായി മാറി. അപ്പം നാമജപത്തിന് അത്ര ഒരു പ്രാധാന്യം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും വന്നിട്ടില്ല. നാമജപം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളവർ ഒരു മൂലയിലിരുന്ന് ജപിക്കുന്നുണ്ടാവും, ചെറുപ്പക്കാരിങ്ങനെ എത്തി നോക്കിയിട്ടൊരു പോക്കും ഉണ്ടാവും. ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇപ്പോഴും ഒരു ആത്മീയതയുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിലല്ലോ, ഞാൻ കൊല്ലം ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ സപ്താഹത്തിന് വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ ഈ കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർ ക്ഷമിക്കണേ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഈ സപ്താഹം ഒരു ഭാഗത്തങ്ങനെ നടക്കുന്നുണ്ടാവും, അപ്പുറത്ത് അന്നദാനം ഗംഭീരമായിട്ട് നടക്കും. എന്നാൽ ഈ വന്നു പോകുന്നവർ ഇവിടേക്കൊന്ന് എത്തി നോക്ക് പോലില്ല, കഴിക്കുക പോവുക. കഴിഞ്ഞ ജന്മം എന്തായിരുന്നു, പന്നികളെറ്റിയായിരുന്നു തോന്നണോ, ഈ കഴിച്ചു പോകാൻ മാത്രം ഒരു ജന്മത്തിലേക്ക് അവർ പോയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊരു രുചി, ഇതിനൊരു താല്പര്യം അവർ വളർത്തിയെടുക്കാൻ ഞാൻ അവരെ കുറ്റം പറയില്ല. അത് നമ്മുടെ ഈ സിസ്റ്റത്തിന്, ഭാഗവതത്തിന് പറ്റിയ അല്ലെങ്കിൽ കൊണ്ടു നടന്നവർക്ക് പറ്റിയ ഒരു തെറ്റായിരിക്കാം. അവരെ കൂടി ഇതിലേക്കൊന്ന് ആകർഷിപ്പിക്കുന്ന വിധത്തിൽ, അവർക്ക് കൂടി ഇതിലൊരു രുചി ഉണ്ടാക്കുന്ന വിധത്തിൽ ഭാഗവതത്തെ ആക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ വീടുകളിൽ അതൊക്കെ സംഭവിച്ചത്. അച്ഛനമ്മമാർക്ക് ഇത് വേണ്ട പോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാൻ സാധിച്ചില്ല. നാമം ചെല്ലാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ നാമത്തെ നമുക്കൊരു രുചിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ആർക്കാ നാമം ചൊല്ലാൻ അറിയാത്തത്? എല്ലാവർക്കും അറിയാം നാമം ചൊല്ലാൻ. പക്ഷെ അതിനൊരു ആസ്വാദനമാക്കി, അനുഭൂതിയാക്കി, ലയമാക്കി, രസമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോൾ ഈ സത്സംഗങ്ങൾ കേട്ടിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് നാമരുചി എന്ന് പറയുന്നത് മറ്റ് ഏത് രുചിയേക്കാളും ഉത്കൃഷ്ടമാണ്. അത് കുറച്ച് സമയമെടുത്താലും, അത് ഈ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, തുടക്കത്തിലൊക്കെ ഇത്തിരി ചവർപ്പുണ്ടാവും, പക്ഷേ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ കടിക്കുമ്പോൾ അതിനൊരു ആ ചവർപ്പിലും ഒരു മധുരമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ നാമത്തിൽ തുടക്കത്തിലൊക്കെ മനസ്സങ്ങനെ കോപ്പറേറ്റ് ചെയ്യില്ലെങ്കിലും പിന്നീട് മനസ്സിന് മനസ്സിലാവും ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. അപ്പം മനസ്സ് ഒതുങ്ങി, മനസ്സ് വഴങ്ങി. കഠോപനിഷത്തിൽ പറയും, എമൈ വേഷവൃണതേ തേന ലഭ്യ തസ്സൈവ ആത്മാ വൃണതേ തനുസ്യാം എന്ന് പറയും. അതായത് ഇനീഷ്യലി ദ മൈൻഡ് വോണ്ട് കോപ്പറേറ്റ് എന്നാണ്. മനസ്സൊരിക്കലും നമ്മളോട് സഹകരിക്കില്ല. കാരണം മനസ്സിൻ്റെ ആ റെസ്റ്റ്ലെസ്നെസ്, മൈൻഡ് അപ്പോഴായിരിക്കും എല്ലാ കാര്യങ്ങളും ഓർക്കുക. നിങ്ങൾ നാമം ചൊല്ലാനിരിക്കുന്ന സമയത്താവും നിങ്ങളുടെ ഏതൊക്കെയോ ജന്മങ്ങളിൽ പരിചയപ്പെട്ടവർക്ക് ഓർക്കുക. അപ്പോൾ അവരുടെ ഫേസ് ഓർമ്മ വരും, ഇവരുടെ ഫേസ് ഓർമ്മ വരും. അവരെയൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നുവല്ലോ എന്ന്. പിന്നെ അവരുടെ കൂടെ കുറച്ച് പോകുമ്പോഴേക്കും ഇവിടെ സർവ്വപ്രഹരണായവും നമ്മയില്ലേ, നാമം കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ കാലം കൊണ്ട് ജപിച്ച് പിന്നെ മനസ്സിന് മനസ്സിലാവും അങ്ങനെയൊന്നും നാടകം കളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നാമജപം നിർത്തില്ല എന്ന് മനസ്സിലായാൽ കുറേ കഴിഞ്ഞാൽ യമൈവേഷ വൃണതേന ലഭ്യ, ഈ മനസ്സങ്ങോട്ട് ഒതുങ്ങിത്തരും, വഴങ്ങിത്തരും. പാവം ഈ ആനയെ കാട്ടുന്ന ഇങ്ങോട്ട് വിളിച്ച് കുട്ടിക്കൃഷ്ണ അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് വിളിച്ച് വന്നാലത് അതിനെ നല്ലവണ്ണം മെരുക്കി പണിയെടുത്ത്, അല്ലേ, ഇടിയാനെ, പിടിയാനെ, ഇരിക്കാനെ, ലെഫ്റ്റ് ആനെ, എന്താണ് വലതാനെ, ഇടതാനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് അതിന് വലത്തിടത്ത് എന്താണെന്ന് മനസ്സിലായത്. ആണോ? ചിലപ്പോൾ അത് ഇടത്തും വലത്തും നോക്കാതെ കൊടുക്കും, അതിന് കലി കയറിക്കഴിഞ്ഞാൽ. അവിടേക്ക് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം ഇതുപോലെ ഒരു ആനയെ പരിശീലിപ്പിച്ചെടുക്കുന്ന പോലെ ഈ മനസ്സിനെ കുറേ കാലം കൊണ്ട് നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ, അന്ന് നമുക്ക് പറയാം, ജീവിതം
ധന്യോസ്മി കൃതകൃത്യ. ഇവിടെ ധ്രുവൻ്റെ മുന്നിൽ ആ ഭഗവാൻ അവതരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങോട്ട് വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെപ്പോഴാണ് വരുന്നത്? മനസ്സ് പാകപ്പെടുമ്പോൾ ഭഗവാന് പോലും തോന്നും ഞാനിങ്ങനെ ശ്രീകോവിലിൻ്റെ അകത്ത് ഇരിക്കരുത്, എവിടേക്ക് പോകണം? ഭക്തൻ്റെ അടുത്തേക്ക് പോകണം എന്ന്. അങ്ങനെ ഭക്തൻ്റെ അടുത്തേക്ക് ഭഗവാൻ വരുന്ന ആ ചിത്രമാണ് ധ്രുവൻ്റെ അടുത്തേക്ക് ഭഗവാൻ വരുന്നത്. ആ ധ്രുവൻ അതുവരെ കണ്ണടച്ച് ധ്യാനനിരതനായിട്ടിരുന്ന ആ ധ്രുവൻ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണു തുറക്കുമ്പോൾ പിന്നെ കാണുന്നത് ശംഖചക്ര കഥാരൂപത്തിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസഹായം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആ മനോഹരമായ ഭഗവാന്റെ ആ സൂര്യസ്പർദ്ധി കിരീടമൂർധതിലകം പ്രോത്ഭാസി ബാലാന്തരം എന്നൊക്കെ പട്ടതിരിപ്പാട് മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ ശംഖചക്ര കഥാരൂപത്തിലുള്ള മനോഹര രൂപത്തെ കണ്ട് ധ്രുവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ധാരയിട്ട് ഒഴുകുന്നു. ഭഗവാന്റെ മനസ്സിലേക്ക് കുട്ടിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഭഗവാൻ തൻ്റെ ശങ്കടത്ത് കുട്ടിയുടെ കവിളിൽ തൊടുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്ന അതിഗംഭീരമായ ഒരു സ്തുതിയുണ്ട്. ഭാഗവതത്തിലെ കുട്ടികളുടെ സ്തുതികളിൽ ഗംഭീരമായ 2 സ്തുതികളാണ് നമുക്കുള്ളത്. ഒന്ന് ധ്രുവസ്തുതിയും, 2 നമ്മൾ നാളെ വൈകുന്നേരം കാണാൻ പോകുന്ന പ്രഹ്ലാദ സ്തുതിയും. ഏറ്റവും വലിയ സ്തുതി പ്രഹ്ലാദ സ്തുതിയാണ്. ഇവിടെ ധ്രുവൻ്റെ സ്തുതി, ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ആദ്യത്തെ മന്ത്രം, ഇത് നമ്മൾ എങ്ങനെയെങ്കിലും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. കാരണം ഇതിലൊരു വലിയ സന്ദേശം ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഭഗവാൻ എവിടെയാണ്, എവിടെ ഇരുന്നു കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്, ഈ വ്യക്തത തരുന്ന ഒരു ശ്ലോകമാണ് ധ്രുവൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് ചൊല്ലാം. യോന്ത പ്രവിശ്യമമവാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വതംനാം. ഞാൻ വായിക്കുന്നത് 4-ാം സ്കന്ധം 9-ാമത്തെയും 6-ാം ശ്ലോകം. യോന്ത പ്രവിശ്യമമവാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വതംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ കുട്ടി പറയുന്ന മനോഹരമായ വരികളാണ്. കണ്ടു നിങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലുന്നത്. പുസ്തകമുള്ളവരെ കൊണ്ടല്ലോ. 4-ാം സ്കന്ധം 9-ാമത്തെയും 6-ാം ശ്ലോകം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. എല്ലാവരും ഒന്ന് ചൊല്ലു. യോന്ത പ്രവിശ്യ, കാണുന്നുണ്ടോ? യോന്ത എല്ലാവരും ചൊല്ലു. ഞാൻ ചൊല്ലാൻ നിങ്ങളെ ഏറ്റില്ല. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തി ധരസ്വധാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്തഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്താ പറയുന്നത്? യോന്തപ്രവിശ്യ, ഉള്ളിൽ അന്തപ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ച്. എവിടെയാണ്? വാക്കുകളൊക്കെ വളരെ വ്യക്തമാണ്. മുന്നിൽ പ്രവേശിച്ചിട്ടല്ല. എവിടെ? അന്തപ്രവിശ്യ. എന്താ ഭഗവാൻ ചെയ്യുന്നത്? ഭഗവാൻ എങ്ങനെയാണ് എന്നെ അനുഗ്രഹിക്കുന്നത്? ദിവസവും ഭഗവാൻ അനുഗ്രഹിക്കേണ്ടത് നമ്മളെ. എന്താണ്? പ്രസുപ്താം വാചം സഞ്ജീവയതി. പ്രസുപ്തം എന്ന് പറഞ്ഞാൽ സുപ്തി, ഉറങ്ങുക. വാചം എന്ന് പറഞ്ഞാൽ മനസ്സ്. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മനസ്സിനെ ഭഗവാൻ സഞ്ജീവയതി. ദിവസവും എന്നെ ഉണർത്തുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പം നോക്കൂ, ഭഗവാൻ എപ്പോഴാണ് കൂടെ ഇല്ലാത്തതെന്നാണ്. എന്നും എന്നെ ഉണർത്തുന്ന ഭഗവാൻ. ആ ഭഗവാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അഖില ശക്തിധരസ്വതാംനാം. എല്ലാ ശക്തിയിലേക്കും എന്നെ കൂട്ടിച്ചേർത്ത് എനിക്കെല്ലാ ശക്തിയും തരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഉണരുന്നതോടുകൂടിയാണ് പ്രാണനിലേക്ക് ചേർന്ന് കണ്ണും കാതും മൂക്കും ഒക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ എന്തൊരു അഹങ്കാരത്തിലാണ് ജീവിക്കുന്നതെന്ന്. എന്തൊരു അഹങ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിനെ ഈ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന അഹങ്കാരത്തിൽ ജീവിക്കുകയാണ്. നമുക്കങ്ങനെ ഒരു അഹങ്കാരമുണ്ട്. ഉണ്ടോ? ഒരു ചെറിയ സ്ട്രോക്ക് ബ്രെയിനിൽ തട്ടിക്കഴിഞ്ഞാൽ കൈ പോലും പൊക്കാൻ പറ്റില്ല. പിന്നെ അത്രയുള്ളൂ. തൊട്ടാൽ പോലും വികാരങ്ങളുണ്ടാവില്ല. ആണോ അല്ലയോ? വലിയ അഹംഭാവം വെച്ചിട്ടൊക്കെ വണ്ടിയൊക്കെ റൈസ് ചെയ്ത് അപകടം ഉണ്ടാക്കിയിട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ?
ഉണ്ടോ ഇല്ലയോ? മനുഷ്യന് തൻ്റെ മനസ്സിനെ പ്രാണനോട് കൂട്ടിച്ചേർത്ത് കണ്ണും കാതൊക്കെ തുറക്കാൻ പറ്റുന്നതാണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ചെറിയൊരു നെർവ്. ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ഒരാളെ കണ്ടത് കണ്ണിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് ബൈക്കിൽ. പാവത്തിന് ഇപ്പോൾ കണ്ണിൻ്റെ പോള തുറക്കാൻ പറ്റില്ല, വീണ് പോവുക. കണ്ണെപ്പോഴും അടഞ്ഞു പോവുക. ഇപ്പോഴും അത് സർജറിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പയ്യൻ കണ്ണടഞ്ഞു പോവുക. അപ്പം അവർ പറയണത് ഇനി പെർമനൻ്റ്ലി തുറന്ന് വെക്കാനേ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണമെന്നാണ്. അപ്പം കണ്ണടയ്ക്കാൻ പറ്റില്ല. ഒരു നെർവ് എവിടെയോ ഡിസ്കണക്റ്റായി. എത്ര നെർവിൻ്റെ പ്രവർത്തനത്തിലാണ് കണ്ണു തുറക്കണോ കണ്ണടയണോ കണ്ണു തുറക്കണോ. അപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ നമുക്കിതിന് വല്ല കഴിവുണ്ടോ? ആളുകൾ എന്ത് അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത്. ഞാനാണ് കണ്ണു തുറക്കുന്നത്, ഞാനാണ് കൈ പൊക്കുന്നത്, ഞാനാണ് കാല് പൊക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു നെർവിന് അടി കിട്ടിയാൽ കണ്ണും തുറക്കില്ല, കാതും കേൾക്കില്ല, ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഈ വണ്ടി ഓടിക്കുന്നത് നമ്മളല്ലല്ലോ. ഞാനെന്ന ഭാവമധു തോന്നൈക വേണമിഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ. എത്ര സത്യമാണ് ഈ പറയുന്നത്, ആണോ? ഇതൊക്കെയല്ലേ എഴുത്തച്ഛനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. അതാണ് കുട്ടി പറയൂന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ ഉണർത്തുന്ന, എൻ്റെ കൈകാലുകളെ പ്രവർത്തിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന, പ്രാണനിലും പ്രാണനായിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവൻ തുടങ്ങുന്നു. പിന്നെ ധ്രുവനെ രാജാപദവിയും ഒരിക്കലും നശിക്കാത്ത ധ്രുവ നക്ഷത്ര പദവിയും കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ധ്രുവൻ തിരിച്ചു പോകുന്നു. അങ്ങനെ ധ്രുവനെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് ചെറിയമ്മ, ഇതാണ് രണ്ടാനമ്മയായ അല്ലെങ്കിൽ സുരുചിയാണ്. കുട്ടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് ഈ ധ്രുവനും അമ്മയോട് അത്യന്തം ബഹുമാനം. കാരണം ഈ അമ്മ കാരണമാണ് എനിക്ക് ഈ തപസ്സെല്ലാം ചെയ്യാൻ സാധിച്ചത്. അമ്മ അന്ന് ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രതികൂലമായി വന്ന അനുഭവത്തെ അനുഗ്രഹമായി കണ്ട് ഉയർന്നവരാണ്. ഇന്ന് പ്രതികൂലമായ അനുഭവത്തിൽ കയറന്വേഷിക്കുന്ന ചെറുപ്പക്കാരികളാണ് നമ്മുടെ കുട്ടികൾ. അവരനുഗ്രഹം കാണാൻ സാധിക്കുന്നില്ല. അത് ചെറുപ്പത്തിലൊരു വിത്ത് വേണ്ടേ? ചെറുപ്പത്തിലൊരു വിത്ത് പാകി വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ജീവിതം ഒരിക്കലും ഒരു ദുരിതമായി ഒരിക്കലും കാണില്ലായിരുന്നു. ഏതായാലും ആ ധ്രുവനെ എല്ലാവരും സ്വീകരിച്ചു. പിന്നെ ധ്രുവൻ കല്യാണം കഴിച്ചു, ഉത്തമനും കല്യാണം കഴിച്ചു. ധ്രുവൻ ഒരിക്കൽ രാജാവായിട്ടൊരു ധ്രുവനെ വ്യാഴിച്ചു. അച്ഛൻ കാട്ടിൽ പോയി, ഉത്തമൻ കാട്ടിൽ പോന്നു. ഒരു ദിവസം കാട്ടിൽ വെച്ച് ഒരു യുദ്ധത്തിൽ ഉത്തമനെ ചതിച്ച് കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉത്തമൻ്റെ ശരീരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുന്ന് അമ്മ പോകുന്നു. അമ്മ കാട്ടുതീയിൽപ്പെട്ട് അമ്മയും മരിക്കുന്നു. ഈ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ധ്രുവനും കാലം കൊണ്ട് മനസ്സിലായി, എൻ്റെ മക്കൾക്ക് രാജാധികാരം ഏൽപ്പിച്ചുകൊണ്ട് ബദരീനാഥിലാണ് ധ്രുവൻ തപസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഇരുന്ന് ധ്യാനത്തിൽ അങ്ങനെ മുഴുകി ഭഗവാൻ പാർഷദന്മാരെ പറഞ്ഞയച്ചു എന്നാണ് കഥ. അപ്പം പറഞ്ഞു, എനിക്ക് ഈ ഉന്നതിയൊക്കെ കൈവരിക്കാൻ സാധിച്ചത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കില്ലാത്ത ഒരു പദവിയും ഒരു സ്ഥാനവും എനിക്ക് വേണ്ട. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി. ആ അമ്മയെപ്പോലും തൻ്റെ ജീവിതത്തിൽ ഗുരുവായി വരിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന സകല സൗഭാഗ്യത്തിനും അഭ്യുന്നതിക്കും ശ്രേയസ്സിനും അമ്മയാണ് കാരണം. അതുകൊണ്ട് അമ്മയ്ക്ക് കിട്ടാത്ത അച്ഛനെയല്ല ഓർത്തത്. കാരണം വഴികാട്ടിയായത്, വഴി തെളിയിച്ചത്, പ്രേരണ കൊടുത്തത്, പ്രചോദനം കൊടുത്തത് അമ്മയാണ്. ആ അമ്മയെ ഓർക്കുകയാണ് ധ്രുവൻ. അമ്മയ്ക്ക് കിട്ടാത്തതൊന്നും എനിക്ക് വേണ്ട. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി, അങ്ങനെയൊക്കെയാണ് പൂർവികർ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത്ര ഒരു ധന്യമായ ജീവിതം നയിച്ച അനുഗ്രഹീതനായ ഭഗവാന്റെ പരമഭക്തനായി തീർന്ന ആ ധ്രുവൻ്റെ ചരിതമാണ് നമ്മൾ കേട്ടത്.